ഹലോ, ഏത് ഫേസ് വാഷും മുഖത്ത് ഉപയോഗിക്കുന്ന ആലോചനയിലാണോ നിങ്ങൾക്ക് ഞാനൊരു അടിപൊളി സാധനം കാണിച്ചു തന്നാലോ. ഇത് സെറ്റാഫീലിൻ്റെ ജെൻറ്റൽ സ്കിൻ ക്ലെൻസറാണ്. 2 വർഷത്തോളമായി ഞാനിത് യൂസ് ചെയ്യുന്നു. അടിപൊളി സാധനമാണ് കേട്ടോ. എൻ്റെ കയ്യിലിപ്പോൾ ഇത് ഒന്നല്ല, രണ്ടാമത്തെ ബോട്ടിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഒന്ന് ഇതിൻ്റെ ചെറിയ ബോട്ടിൽ ഞാൻ സാമ്പിളിന് മേടിച്ചായിരുന്നു. അത് ഭയങ്കര എഫക്റ്റീവായിട്ട് തോന്നിയുകൊണ്ട് തന്നെ ഞാനിത് വലുത് വാങ്ങിയത്. ഇപ്പോൾ ഏകദേശം ഇതും കഴിയാറായി. ഇനി 1-2 യൂസിനുള്ളത് മാത്രമേ ഉള്ളൂ ഇതിൽ. ഇത് ഡ്രൈ ടു നോർമൽ സ്കിന്നിന് യൂസ് ചെയ്യാമെന്നതിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ സെൻസിറ്റീവ് സ്കിന്നിന് യൂസ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. ഇത് 5 തരത്തിലുള്ള സ്കിൻ പ്രോബ്ലംസ് ഇത് ക്ലിയർ ചെയ്യുമെന്ന് പറയുന്നുണ്ട്. ഇതിൽ ബോഡിയിലും ഫേസിലും ഒരുപോലെ നമുക്ക് യൂസ് ചെയ്യാമെന്നും പറയുന്നുണ്ട് കേട്ടോ. ഈ ഒരു ക്ലെൻസർ പാരബൻ ഫ്രീ ആണ്, ഫ്രാഗ്രൻസ് ഫ്രീ ആണ്, ഓയിൽ ഫ്രീ ആണ്, പിന്നെ ഹൈപ്പോ അലർജറ്റിക് ആണ്, പിന്നെ നമ്മുടെ പോർട്സ് ഒന്നും ക്ലോഗ് ചെയ്യാതെ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സ്കിന്നിൻ്റെ 5 സെൻസിറ്റിവിറ്റിക്കെതിരെ ഡിഫെൻഡ് ചെയ്യുന്ന ഒരു ക്ലെൻസറും കൂടിയാണ്. ഈ ഒരു ക്ലെൻസർ ഒരു ക്രീമി ടെക്സ്ചറിലാണ് നമുക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ മുഖം ക്ലെൻസ് ചെയ്ത ശേഷം നമ്മുടെ മുഖം ഒട്ടും ഡ്രൈ ആക്കാതെ ഒരു ഹൈഡ്രേറ്റ് ആയിട്ട് എപ്പോഴും നമ്മുടെ മുഖം കീപ്പ് ചെയ്യും. ഇത് മേക്കപ്പ് റിമൂവ് ചെയ്യാൻ വേണ്ടി മാത്രമല്ല, നമ്മുടെ മുഖത്ത് അഴുക്കും ഡസ്റ്റും ഒക്കെ ടോട്ടലി ഇത് റിമൂവ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിന് പ്രത്യേകിച്ചൊരു സ്മെല്ലോ അല്ലെങ്കിൽ ഹെവി ആയിട്ടുള്ള നിറങ്ങളോ പിന്നെ അതുപോലെ നമ്മുടെ ചില ഫേസ് വാഷ് യൂസ് ചെയ്യുമ്പോൾ ഒരുപാട് പതയാവും. അത് കഴുകിക്കളയാൻ തന്നെ നമുക്ക് ഒരുപാട് ടൈം വേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല, ഒരുപാട് പതയോ സ്മെല്ലോ ഒന്നുമില്ല ഇതിന്. ഇത് യൂസ് ചെയ്തിട്ട് എൻ്റെ പേഴ്സണൽ റിവ്യൂ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഫേസ് വാഷൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഡ്രൈനെസ് ഫീൽ ചെയ്യാറുണ്ട് മുഖത്ത്. അതായത് ഫേസ് വാഷ് ചെയ്തതിന് ശേഷം ഒരു മോയ്സ്ചറൈസർ ഇട്ടിട്ടില്ലെങ്കിൽ ശരിയാവില്ല, ഫേസ് ഡ്രൈ ആയിട്ടുണ്ട് എന്ന് തോന്നലുണ്ട്. പക്ഷേ ഇത് യൂസ് ചെയ്തതിന് ശേഷം അങ്ങനെ ഒരു ഫീൽ എനിക്ക് വന്നിട്ടില്ല കേട്ടോ. അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കൊരു മോയ്സ്ചറൈസർ വേണം, മുഖത്ത് അത്യാവശ്യമാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം അത്രയും നമ്മുടെ മുഖം സോഫ്റ്റായിട്ട് കീപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് കേട്ടോ ഇത്. നമ്മളിപ്പോൾ സ്കിൻ കെയർ ഒക്കെ ചെയ്യാൻ ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളൂ, ഏത് പ്രൊഡക്റ്റ് യൂസ് ചെയ്യണമെന്ന് അറിയാതൊക്കെ ഇരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അവരൊന്ന് വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. കാരണം ഒരു വട്ടം വാങ്ങിച്ചാൽ നിങ്ങൾക്ക് ഇത് എന്തായാലും ഇഷ്ടപ്പെടും. ഓയിലി സ്കിന്നുകാർക്ക് പ്രത്യേകിച്ചൊരു ക്ലെൻസർ ഉണ്ട് ഇവരുടെ കയ്യിൽ, അതും അടിപൊളിയാണെന്ന് പറയുന്നുണ്ട്. എൻ്റെ നോർമൽ സ്കിൻ ആയതുകൊണ്ടാണ് ഞാൻ ഇത് വാങ്ങി യൂസ് ചെയ്ത് നോക്കിയത്. പക്ഷേ ഇതിപ്പോൾ എൻ്റെ ഫേവറേറ്റ് ആണ്. ക്ലെൻസർ നമുക്ക് 2 തരത്തിൽ യൂസ് ചെയ്യാം. ഒന്ന്, നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ ഫേസ് വാഷ് എല്ലാം യൂസ് ചെയ്യുന്നത് പോലെ നമ്മൾ ക്ലെൻസ് ചെയ്തതിന് ശേഷം വാട്ടർ ഉപയോഗിച്ച് വാഷ് ചെയ്ത് കളയാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു ടിഷ്യൂ ഉപയോഗിച്ച് വൈപ്പ് ചെയ്തിട്ടും കളയാം കേട്ടോ. 2 തരത്തിൽ ഇത് യൂസ് ചെയ്യാം. നമ്മുടെ മുഖത്ത് ഒരുപാട് കുരുക്കളും അതുപോലെ കറുത്ത പാടുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ 2 ദിവസം ഇത് ഉപയോഗിച്ചുകൊണ്ടൊക്കെ മാറും എന്നല്ല ഞാൻ പറയുന്നത്. സ്ഥിരമായിട്ട് ഇത് ഉപയോഗിക്കുമ്പോഴാണ്, അത് ഏതൊരു പ്രൊഡക്റ്റും അങ്ങനെയാണ്, ഒരുപാട് നാൾ ഉപയോഗിക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു എഫക്റ്റ് നമ്മുടെ മുഖത്ത് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യമായിട്ടൊക്കെ സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ വൺ ഓഫ് ദി ബെസ്റ്റ് എന്ന് തന്നെ പറയാം, ബെസ്റ്റ് ക്ലെൻസറാണ്. അപ്പോൾ എല്ലാവരും വാങ്ങി ഉപയോഗിച്ച് നോക്കുക. അപ്പോൾ ഇതേപോലെ വേറൊരു എഫക്റ്റീവായിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.